ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ അതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമുക്ക് നൂഡിൽസ് പോള നമുക്കുണ്ടാക്കിയാലോ. നൂഡിൽസ് ചിക്കൻ പോള. നമ്മൾ ഏത് ഫ്ലേവറാണ് നൂഡിൽസ് എടുക്കുന്നത് ആ ഫ്ലേവർ എടുത്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലാണ് നൂഡിൽസ് ഇഷ്ടം വരുന്നത് ആ ഫ്ലേവറിൽ നൂഡിൽസ് നമുക്ക് സാധാരണ അതിൽ കിട്ടുന്ന ആ പൗഡർ ഉണ്ടല്ലോ, മസാല, അത് ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലപോലെ പുഴുങ്ങി വെള്ളം വറ്റിച്ച് തന്നെ എടുക്കണം. പുഴുങ്ങി കോരി എടുക്കരുത്. ആവശ്യത്തിന് അത് വേകാൻ ആവശ്യത്തിന് ഉള്ള വെള്ളമേ വെക്കാവുള്ളൂ. അതിന് വലിയ അളവ് കറക്റ്റ് അളവിൻ്റെ ആവശ്യമില്ല. പക്ഷേ വെള്ളം വറ്റിയിരിക്കണം. നല്ലപോലെ നൂഡിൽസ് വെന്ത് ഇരിക്കണം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സാധാരണ വെള്ളത്തോടു കൂടിയുള്ള ഉപയോഗിക്കുന്ന പോലെ എടുക്കരുത്. നല്ലപോലെ വെള്ളം വറ്റിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഞാനത് വേകാൻ വെച്ചു. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു 100 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് 3 പീസ് നൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ സാധാരണ നമ്മൾ പൊരിച്ചെടുക്കത്തില്ലേ, ഉപ്പും മുളക് പൊടിയും മസാല അങ്ങനെ ചേർക്കണ്ട. കാരണം നമ്മൾ ഓൾറെഡി മസാല ചേർത്തിട്ടുള്ളതാണ്. നൂഡിൽസ് മസാലയുടെ ടേസ്റ്റിൽ വേണം ചെയ്യാൻ. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്തോളൂ. ഒരുപാട് ചേർക്കണ്ട. നമ്മൾ മുളക് പൊടി 1 സ്പൂൺ ആണെങ്കിൽ ഒരു 1/2 സ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത്തിരി വേണമെങ്കിൽ വിനാഗിരി ചേർത്തോളൂ കേട്ടോ. ഞാനിവിടെ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഉപ്പും എല്ലാം ഒന്ന് തിരുമ്മി നന്നായിട്ട് ഒന്ന് പൊരിക്കാൻ പാകത്തിന് തിരുമ്മി പിടിപ്പിക്കാം. അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. അപ്പോൾ അപ്പോഴത്തേക്കിന് നൂഡിൽസൊക്കെ വെന്ത് എന്താ ഉണ്ടാക്കുന്നത്? പുഡിങ്ങോ? കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട പോള, പിന്നെ നൂഡിൽസ് പോള. അപ്പോൾ നൂഡിൽസൊക്കെ നല്ലപോലെ വെള്ളം വെന്ത് നല്ലപോലെ വറ്റി അതിൽ മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് ഒരു സവാളയും 1 തക്കാളിയും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള നമുക്കൊന്ന് സ്ക്വയർ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. എന്നാൽ അതിലെല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നല്ല വീഡിയോസ് ഞാൻ ഇടാം. അപ്പോൾ ഈ ഒരു നൂഡിൽസ് ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ, കുട്ടികൾക്കെല്ലാം ഈ നൂഡിൽസ് ഐറ്റം ഇഷ്ടമാണ്. അപ്പം നമുക്കിതൊന്നും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതെന്നാൽ നമുക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞ് ഫുള്ളെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ ഈ ഒരു രീതിക്ക് ഇത്രയും നല്ല ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കെല്ലാം അതല്ലേ ഇഷ്ടം, നല്ലപോലെ ഫ്രൈ ആയിട്ട് മൊരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ തക്കാളിയെല്ലാം ഇങ്ങനെ തന്നെ അരിഞ്ഞ് ബാക്കിയും കൂടെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ചിക്കൻ പൊരിച്ച അതേ മസാലയിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു തക്കാളിയും സവാളയും പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അല്ല അതിനകത്ത് അരിയില്ലേ, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം പച്ചമുളക് ഇടാൻ. കുട്ടികൾ കഴിക്കുന്നെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചോണം. അല്ല നമുക്ക് എരിവ് വേണമെങ്കിൽ തീർച്ചയായിട്ടും പച്ചമുളക് കൂടി ചേർത്തോളൂ. നല്ല ടേസ്റ്റ് തന്നെ. ഗസ്റ്റൊക്കെ വരുമ്പം സർപ്രൈസായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പോളയാണ്. വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതാണ് ഇത്. നൂഡിൽസൊക്കെ ഒരുപാട് ടൈം വേണ്ടല്ലോ വേകാൻ. ചിക്കൻ ആണെങ്കിലും നമുക്ക് ഒന്ന് ഫ്രൈ ആകാനും ഒരുപാട് ടൈം വേണ്ട. നൂഡിൽസ് വേകുന്ന അതേ സമയം കൊണ്ട് നമുക്ക് ചിക്കനും ഫ്രൈ ആക്കി എടുക്കാം. 10 മിനിറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് കണ്ട ഒരുപാട് അങ്ങ് വരണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് നൂഡിൽസ് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മുട്ട ചേർത്ത് കൊടുക്കാം. എന്നുവെച്ചാൽ പോള ഉണ്ടാക്കുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ മിക്സ് ചെയ്ത് സെറ്റായിട്ടിരിക്കാൻ വേണ്ടി. അതല്ല മുട്ട കഴിക്കാത്തവരാണെങ്കിൽ നമുക്കതിലേക്ക് കോൺഫ്ലവർ വെറും വെള്ളത്തിലോ അല്ലെ പാലിലോ കലക്കി ചേർക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് ചേർത്തോളും. പക്ഷേ ടേസ്റ്റ് എപ്പോഴും മുട്ട ചേർത്തപ്പോഴായിരുന്നേ. എന്നാൽ മുട്ടയുടെ എന്താ വേണ്ടാത്ത രുചികളൊന്നും വരുത്തില്ല. നമ്മൾ ആ നൂഡിൽസിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഉള്ളത് കൊണ്ട് നമ്മൾ മുട്ട ചേർക്കുമ്പോൾ അങ്ങനത്തെ വേറെ എന്താ രുചികളൊന്നും വരത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തോന്നും. കാരണം ഒരു പീസ് നൂഡിൽസിന് ഒരു പാക്കറ്റ് മസാല തന്നെ ചേർത്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും. അതുപോലെ ഉപ്പ് ആരും ചേർക്കരുത്. ഉപ്പ് ഓൾറെഡി ഈ മസാലയ്ക്കകത്തുള്ളത് കൊണ്ട് ഉപ്പ് നമ്മൾ ചേർക്കരുത് കേട്ടോ. അപ്പം മുട്ടയൊന്ന് നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്, പോള ഉണ്ടാക്കാൻ എടുക്കുന്നത്, വെറും ഒരു വട്ടപ്പാത്രം എടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ഒരു ചരുവത്തിൽ ഇറക്കി വെച്ച് ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ ചൂട് കട്ടിയുള്ള പാത്രം വേണമെന്നേ ഉള്ളൂ. എന്നിട്ട് ആദ്യം നമുക്ക് കുറച്ച്, അതിൻ്റെ പകുതി വേണ്ട, അതിലും കുറച്ച് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അടിയിലൊരു ശരിക്കും ഒരു ബാറ്റർ സെറ്റ് ചെയ്യാൻ അത്രയും കട്ടി മതി കേട്ടോ. ഒരുപാട് കട്ടി അടിയിൽ കൊടുക്കണ്ട. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ക്യാപ്സിക്കവും കൂടി ഉണ്ടെങ്കിൽ ചേർത്തോളൂ, നല്ല ടേസ്റ്റ് കേട്ടോ. ക്യാപ്സിക്കവും ബട്ടർ അത് മൊസറല്ല ചീസ് അതൊക്കെ ഇതിന് നല്ല ടേസ്റ്റായിരിക്കും അകത്ത് വെച്ചാൽ. ക്യാപ്സിക്കവും നല്ല ടേസ്റ്റ് തോന്നും. അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്ത് മസാല ഇതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള മസാല ഇതിലേക്ക് സെറ്റ് ചെയ്യാം. നമുക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പോളയാണ് നൂഡിൽസ് പോള. അപ്പോൾ ഞാനതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നല്ല പോലെ പരത്തി ഇട്ട് കൊടുക്കണം. ഏത് സൈഡിൽ നിന്ന് കടിച്ചാലും നമുക്ക് ആ ചിക്കനും ആ മസാലയൊക്കെ കിട്ടത്തക്ക രീതിയിൽ സെറ്റാക്കി പരത്തി തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ. എന്നിട്ട് നമുക്ക് ബാക്കി നൂഡിൽസ് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റായിട്ട് നിങ്ങളത് ചെയ്യാവുള്ളൂ. പോള ഇങ്ങനെ മിക്സായി ഒന്നും പോകരുത് ചിക്കന്. അതുപോലെ തന്നെ സൈഡ് കറക്റ്റ് ചെയ്യണം. സൈഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നൂഡിൽസ് സൈഡ് വശം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഇത് സൈഡിലേക്ക് ആക്കി കൊടുക്കണം. എന്നാലേ പോള ആ കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ പൊടിയാതെ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഏത് പോള ബേക്ക് ചെയ്യാനും അങ്ങനെ തന്നെ എടുക്കണം. അപ്പോൾ ബേക്കിങ്ങിന് ഓവനൊന്നും വേണ്ട. ഇങ്ങനെ ഒരു പാത്രമോ അതല്ലെങ്കിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു പാത്രം കാണുമല്ലോ, അപ്പോൾ അതിലേക്ക് ബേക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ചുവട് കട്ടിയുള്ളൊരു ചായപാത്രമാണേലും നമുക്ക് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. സാധാ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, അത് മതി. ഏത് ഫ്രൈ പാനെ നിങ്ങൾക്ക് ഏത് അളവിന് ചെയ്യാൻ പറ്റും ആ ഒരു ഫ്രൈ പാനിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പോലെ എല്ലാം വെന്ത ഇതായതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഈ മുട്ട വേകുന്ന ആ ഒരു ടൈം മതി. നമ്മൾ ഇതിൽ പച്ച മുട്ടയാണല്ലോ ചേർത്തത്, അപ്പോൾ ആ മുട്ടയൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയുള്ള ടൈം മതി. ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി ആ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. പോളയ്ക്കൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് തന്നെ എല്ലാം ഫില്ലിങ് ആക്കി വെക്കുമ്പോൾ അതാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനൊരു കവർ ചെയ്ത് വെക്കണേ, ആവിയൊന്നും പുറത്ത് പോകാതെ. സാധാരണ നമ്മൾ പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് അതുപോലെ ഫ്രൈ പാനിലും അങ്ങനെ തന്നെ എന്തെങ്കിലും ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഏതെങ്കിലും ഒരു ഫ്രൈ പാനിലേക്ക് ഇങ്ങനെ ഒന്ന് കമത്തി ഇട്ട് കൊടുത്താൽ മതി. ആ മുകൾ വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി. സാധാരണ ഓൾറെഡി നമ്മൾ സൈഡ് എല്ലാം വെന്ത് സെറ്റാകും, എങ്കിലും മുകൾ വശം ഒന്ന് മൊരിഞ്ഞിരിക്കാൻ വേണ്ടി ഫ്രൈ പാനിലോട്ട് ഞാനൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിച്ചെടുത്ത്. അതിന് അടച്ചൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ മുകൾ വശം. ബാക്കി എല്ലാ സൈഡ് വശമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് ഇരിക്കും. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചിക്കൻ്റെ സൂപ്പർ ടേസ്റ്റിൽ നമ്മളെന്താ നൂഡിൽസ് പോള എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന നൂഡിൽസ് പോള ഈസി ആയിട്ട്, അധികം ടൈമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.